കണ്ണിനടിയിൽ കറുപ്പുണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഉറങ്ങാത്തത് കൊണ്ടും വെള്ളമൊക്കെ കുടിക്കാത്തതുകൊണ്ടും സ്ക്രീൻ ടൈം മൊബൈൽ ഒരുപാട് ഉപയോഗിക്കുന്നതൊക്കെ കൊണ്ടാണ്. പക്ഷേ അതിന് എങ്ങനെ ഉണ്ടായാലും അത് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാരണമാണ്. മുഖത്ത് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് കണ്ണ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ണുകളെ ഏറ്റവും അടിപൊളിയായിട്ട് കെയർ ചെയ്യാൻ പറ്റാം. എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഈ വീഡിയോ സ്കിപ്പാക്കാതെ മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ടാക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒരുപാട് സമയം മൊബൈൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകും. തീർച്ചയായിട്ടും നമുക്കത് കൺസീലർ യൂസ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വളരെ എളുപ്പമാണ് കൺസീലർ യൂസ് ചെയ്യുക. ജസ്റ്റ് അതൊന്ന് ഹൈഡ് ചെയ്ത് വിടുക. പക്ഷെ നമുക്കതല്ലല്ലോ വേണ്ടത്. നമ്മൾ മേക്കപ്പ് ഒന്നും യൂസ് ആക്കാത്ത സമയത്തും മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്ന സമയത്തും സ്കിന്ന് ഫ്ലോലെസ് ആയി തന്നെ ഉണ്ടാവണം. സ്കിന്നിൻ്റെ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേക്കപ്പ് വെച്ച് നമുക്ക് വളരെ 2 മിനിറ്റ് മാത്രമേ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് നേരത്തേക്കുള്ള റിസൾട്ട് മാത്രമേ അതിൽ നിന്ന് കിട്ടുള്ളൂ. പെർമനൻ്റ് ആയിട്ട് അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഈ ഒരു മാസ്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പല ബ്രാൻഡ്സിൻ്റെയും റെഡിമെയ്ഡ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഹോം മെയ്ഡ് വേർഷനാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ ഹൈഡാക്കാനും റെജുവിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. കോഫി മാസ്കാണ് നമ്മൾ പ്രിപ്പയർ ആക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ലൈറ്റൻ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. സോ കോഫി എടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമ്മൾ ഒരു ബൗളിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം റോസ് വാട്ടർ അപ്ലൈ ചെയ്തല്ല ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് റോസ് വാട്ടർ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഈ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വലിയ ട്രാജഡിയായി മാറിയിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് കാണിച്ചു തരാം. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കുറേ കാലം മുന്നേ ചെയ്തൊരു ഹോം റെമഡിയാണ്. അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പഞ്ഞി എൻ്റെ കയ്യിലില്ലായിരുന്നു, അതാണ് വിഷയം. എന്നിട്ട് ഇപ്പം ഇത്രയും ദിവസത്തിന് ശേഷം ഇതൊന്ന് പ്രിപ്പയർ ചെയ്തപ്പം എനിക്കിതിൻ്റെ പ്രപ്പോർഷൻ എല്ലാം മറന്നുപോയി. അത് കാരണം ഞാനിവിടെ കുറേ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അബദ്ധങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. കുറച്ച് നാൾ കഴിഞ്ഞാണ് നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കണം കേട്ടോ. റോസ് വാട്ടർ യൂസ് ചെയ്ത് കോഫിയൊന്നും നമ്മൾ കാപ്പിപ്പൊടി നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു ഇച്ചിരി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഡ്രൈനെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് പാല് നല്ലതാണ്. ഇനി ഭയങ്കര ഡ്രൈ ആയിരിക്കുകയാണ്, റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാല് മാത്രമേ ചേർക്കാവൂ. റോസ് വാട്ടറിന് പകരം പാല് ചേർത്ത് ചെയ്താൽ മതി. ആദ്യത്തെ കുറേ ദിവസം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഒരു 1 വീക്ക് പാല് മാത്രം യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിത് റോസ് വാട്ടറിലോട്ട് സ്വിച്ച് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. തേൻ ഞാനിവിടെ ഈ ഒരു മിക്സിൻ്റെ ഒപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ ചേർത്ത് കൊടുത്തു, കോഫി പൗഡർ അതിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തു, പിന്നെ പാല് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം നമ്മളിവിടെ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ മിക്സ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. സ്പൂണിൻ്റെ ബാക്ക് സൈഡോ ചെറിയൊരു സ്പൂണൊക്കെ കിട്ടത്തില്ലേ, അതെന്തെങ്കിലും വെച്ച് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഈ ഒരു തേൻ മിക്സ് ആവാനാണ് കുറച്ചധികം സമയം എടുക്കും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. തേൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ലൈറ്റൻ ചെയ്യാനും സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും എല്ലാത്തിനും സഹായിക്കും കേട്ടോ. ആ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ലൈറ്റൻ ചെയ്ത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ യഥാർത്ഥ നിറം തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കും. ഡ്രൈനെസ് ഒക്കെ മാറ്റാനാണ് ഒരല്പം പാല് ചേർത്ത് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പാല് ചേർത്ത് കൊടുക്കുക. പാലും റോസ് വാട്ടറും കൂടെ വേണമെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പാല് 1 സ്പൂൺ റോസ് വാട്ടർ അങ്ങനെ ആക്കി എടുത്താൽ മതി. എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഈ ഒരു കോട്ടൺ ബോളാണ് ഞാൻ യൂസ് ആക്കുന്നത്. അത് ഞാനിങ്ങനെ പിരിച്ചെടുക്കും. ഇതിങ്ങനെ നമുക്ക് ബോളായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ. കോട്ടൺ ബോൾസ് എല്ലാം ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ലിങ്കൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പം ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
നമ്മുടെ കൈ കൊണ്ട് തന്നെ മുറിച്ചങ്ങ് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കണ്ണിന് താഴെ വെക്കേണ്ട ആ ഒരു വലിപ്പത്തിന് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടെണ്ണവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടാനൊന്നും നിൽക്കേണ്ട, അത് പൊളിഞ്ഞു പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ആക്ച്വലി അത്രയല്ല ചെയ്യേണ്ടിയിരുന്നത്. കുറച്ച് കൂടുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു സാധനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അളവിനെടുത്തിട്ട് ബാക്കി നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഇട്ടപ്പോഴാണ്, ഈ ഒരു പഞ്ഞി ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺസെൻട്രേഷൻ കൂടിപ്പോയി, പഞ്ഞി മുങ്ങാനുള്ള ലിക്വിഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഇതിലോട്ട് ഒഴിച്ചെടുക്കാൻ നോക്കി. അതിങ്ങനെ പ്രസ് ചെയ്ത് ലാസ്റ്റ് അതിൻ്റെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി താഴോട്ട് വീഴുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു ലോഡ് റോസ് വാട്ടർ അതിനകത്തോട്ട് വീഴും. സത്യം പറഞ്ഞാൽ ഒരു സ്പൂൺ റോസ് വാട്ടറും ഒരു സ്പൂൺ പാലും എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കത് എടുക്കാൻ പോകാനുള്ള മടി കാരണം ഞാൻ കുറച്ച് റോസ് വാട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാ റോസ് വാട്ടർ വേസ്റ്റ് ആയത് കണ്ടോ. സാരമില്ല, നല്ലതാണ്. വെള്ളത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലത് റോസ് വാട്ടർ തന്നെയാണ്. അത്രയും ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക്, പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ ഇത്രയും റോസ് വാട്ടർ എല്ലാ ദിവസവും എടുക്കാമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ വെള്ളം ആയിപ്പോയില്ലേ, കൂടുതൽ റോസ് വാട്ടർ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ പഞ്ഞി ഒക്കെ ഇങ്ങനെ മാറ്റി എടുക്കുന്നുണ്ട്. അതൊന്ന് കോഫിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പഞ്ഞി ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. കാര്യം ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ വളരെ കുറവാണ്. കുറച്ചും കൂടെ കാപ്പിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി. ഞാൻ ആദ്യമായിട്ടാണ് ബെഞ്ചാറ സിറ്റി യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്നിക്ക് എനിക്ക് പിടികിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ റോസ് വാട്ടർ ഇത്രയും വേസ്റ്റ് ആയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോസ് വാട്ടർ യൂസ് ആക്കുന്നതാണ്. പക്ഷെ അത് അത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്കത് വേണ്ട. നമുക്ക് ഒരു സ്പൂൺ റോസ് വാട്ടറും ഒരു സ്പൂൺ പാലും എടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്താൽ മതി. ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇത്രയും കുറച്ചെടുക്കാൻ പറയുന്നത്. ഇനി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവിൽ തന്നെ റോസ് വാട്ടറൊക്കെ എടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നത് നമ്മളിത് റെഗുലറായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വെറും 7 ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും. നമ്മുടെ ഈ പഞ്ഞി ഞാൻ എടുത്ത് വെച്ചിരുന്നല്ലോ, യൂസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നു, നമുക്ക് കൊളായി പോയതാണല്ലോ. അതുകൊണ്ട് അത് എടുത്ത് വെച്ചു. പിന്നെ ഇത് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും അതിലോട്ട് തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ കോഫി നന്നായിട്ട് തണുത്ത് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളിത് ഒരു ഐസ് വാട്ടർ ഇതിനൊപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ലാസ്റ്റ് റോസ് വാട്ടർ ഒഴിച്ചില്ലേ, അതിന് പകരമായിട്ട് നമ്മൾ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുക്കി വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഫേസിലോട്ടെടുത്ത് അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ണിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങളിത് യൂസ് ആക്കിയതിന് ശേഷം ആദ്യം ഒരു തവണ വെച്ചു, ഇനി രാത്രി എടുക്കണമെങ്കിൽ വേറെ പ്രിപ്പയർ ആക്കണ്ട. ഇതുപോലൊരു ബൗളിൽ ഈ ഒരു കോട്ടൺ ഉണ്ടല്ലോ, ഈ പഞ്ഞി ഇത് തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് വൈകിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേയൊക്കെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തോ ഇത് തന്നെ വീണ്ടും യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് 2 നേരം യൂസ് ആക്കാനായിട്ട് ഈ ഒരു തവണ പ്രിപ്പയർ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ദിവസമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇത് ഫുൾ കളഞ്ഞിട്ട് രണ്ടാമത് വേറൊരെണ്ണം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇനി നമ്മൾ ഈ ഒരു ബൗളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ കോട്ടൺ പഞ്ഞി ഇങ്ങനെ എടുത്തിട്ട് എക്സസ് ആയിട്ട് കുറേ വെള്ളം ഉണ്ടാവും. അതിങ്ങനെ ചെറുതായിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ എക്സസ് ആയിട്ടുള്ള വെള്ളം മാത്രം കളയണം. മൊത്തം പിഴിഞ്ഞെടുക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യം പോലും വരില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള വെള്ളം മാത്രം കളയുക. അതിനുശേഷം നമുക്കിത് കണ്ണിൻ്റെ താഴെയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുക അല്ലെങ്കിൽ അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ തണുപ്പോട് കൂടിയൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും നമ്മളിത് കണ്ണിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. തണുപ്പ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഓൾറെഡി നല്ല മഴയുള്ള സമയമാണ്. തണുപ്പ് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നാണെങ്കിൽ നോർമൽ സാധാരണ വെള്ളം യൂസ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് പാലെടുക്കുക, റോസ് വാട്ടർ എടുക്കുക, തേനെടുക്കുക, കോഫി പൗഡർ എടുക്കുക. ഇത്രയും കൂടെ നന്നായിട്ട് മിക്സാക്കി നമ്മളിതുപോലെ ഈ ഒരു കോട്ടണിൽ
ഡിപ്പ് ചെയ്ത് വയ്ക്കുക. രാവിലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളവർ രാവിലെ പ്രിപ്പയർ ചെയ്തിട്ട് വൈകിട്ട് പിന്നെ അത് തന്നെ യൂസ് ആക്കിയാൽ മതി. അതല്ല രാത്രിയാണ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ സൗകര്യം, രാവിലെ എടുത്ത് അപ്ലൈ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ രാത്രി പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും അത് ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് അത് രാവിലെ എടുത്ത് വീണ്ടും അപ്ലൈ ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് 2 കണ്ണിലും ഇതുപോലെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. ജസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഫി കുടിക്കുന്ന ഒരു ടൈമിലോ ഒക്കെ ഇതൊന്ന് വെച്ചേക്കുക. ഇത് ഭയങ്കര സൂത്തിങ് ആണ് കേട്ടോ. ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സൂത്തിങ് ആണ്. നമുക്ക് നല്ല റിലാക്സേഷൻ ആയിരിക്കും. ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ചെയ്യുക. ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാം. ഇത് പഫിനെസ് മാറ്റാനും അങ്ങനെ വീർത്തിരിക്കില്ലേ കണ്ണൊക്കെ രാവിലെ ഉറക്കമൊക്കെ ശരിയാവാത്ത ദിവസങ്ങളിൽ അത് ആ സമയത്തൊക്കെ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം കേട്ടോ. ആ സമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ വരെ നമുക്ക് ചെയ്യാം. ഇത് എല്ലാം ബോട്ടിലുള്ള ഐറ്റംസ് അല്ലേ, നമുക്ക് എടുത്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. കുറച്ച് പഞ്ഞിയും കൂടെ ഉണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ പോകുന്നത് അവിടെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. സൂപ്പറാണ് കേട്ടോ, നന്നായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണെങ്കിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു പഞ്ഞി തന്നെ നമ്മുടെ കണ്ണിലെടുത്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ട് സ്കിന്നിനെ നറിഷ് ചെയ്യാനും ഹീൽ ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. എത്ര നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നോ അത്രയും നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഡ്രൈ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹീലാക്കും. ആ ഒരു കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ മുകളിൽ നമ്മുടെ കൺപീലിയുടെ മുകളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് വാട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇത് തന്നെ കണ്ണിൽ വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. ഈ പഞ്ഞി വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ആ ഒരു വെള്ളം വെച്ചോ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇത് നിങ്ങളൊരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്താൽ പിന്നെ നിങ്ങൾ നിർത്തേയില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും ഭയങ്കര റിലാക്സിങ് ആണ്. ഒരു പാട്ട് വെച്ചിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സൂത്തിങ് ആയിട്ടുള്ള ഒരു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാലുണ്ടല്ലോ സ്വർഗ്ഗമാണ്. അത്രയും നല്ല ഫീലാണ്. ഉറപ്പായി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നല്ലപോലെ കിടന്നുറങ്ങുക. ഇനി അഥവാ ഇടയ്ക്കൊക്കെ ഉറങ്ങാൻ പറ്റിയില്ലെന്നാണെങ്കിൽ പകൽ ഉറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് മാനേജ് ആക്കുക. ഓക്കെ, രാത്രി പറ്റാത്തവർക്ക് അങ്ങനെ മാനേജ് ആക്കാം. പിന്നെ ഇത് നമ്മൾ എടുത്തതിന് ശേഷം വെള്ളം വെച്ച് കഴുകണമെന്നൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുറത്ത് പോകുന്ന സമയമാണെങ്കിൽ ഇത് നമ്മൾ കഴുകിക്കളയുക. രാത്രിയാണെങ്കിലും ജസ്റ്റ് മുഖം ഒന്ന് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. 10 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നല്ലോ അത് മതി. അതിനുശേഷം ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറോ അണ്ടർ ഐ ക്രീമോ യൂസ് ചെയ്ത് കണ്ണിൻ്റെ ആ താഴ്ഭാഗം മാത്രം, കണ്ണിനകത്തോട്ടൊന്നും ആവരുത്, ആ താഴ്ഭാഗം മാത്രം. ഞാനിവിടെ ചെറിയൊരു ഡോട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതുപോലെ ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സൊല്യൂഷനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. റെഗുലറായിട്ട് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബ്രൗൺ ഹാർട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.